അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിദ്വാനില്ലാഹി അമ്മാ ബഅദ്. സ്നേഹാദരങ്ങൾ നിറഞ്ഞ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, പ്രാസ്ഥാനിക നേതാക്കൾ, സ്നേഹനിധികളായ സഹപ്രവർത്തകരെ, സാഹിത്യോത്സവിൻ്റെ ആവശ്യകത എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ്. കഴിഞ്ഞ 30 വർഷങ്ങൾക്കപ്പുറം സമാരംഭം കുറിച്ച സാഹിത്യോത്സവ് ഓരോ ഇടങ്ങളിലും നിർവഹിക്കുന്ന സേവന പ്രവർത്തനങ്ങൾ കൃത്യമായി നമുക്കെല്ലാവർക്കും അറിയുന്നത് കൊണ്ടാണ് ഓരോ കാലവും വരുന്ന സാഹിത്യോത്സവങ്ങളെ നമ്മൾ വളരെ സന്തോഷത്തോടുകൂടെ ഏറ്റെടുക്കുന്നത്. സാഹിത്യമെന്ന് പറഞ്ഞാൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുക, കൂട്ടിയിണക്കുക എന്നതാണ് സാഹിത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള വലിയ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് സാഹിത്യോത്സവിൻ്റെ വേദികളിലൂടെ നിർവഹിക്കപ്പെടുന്നത് എന്ന് നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പുതിയ കാല സാഹചര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സാഹിത്യോത്സവിൻ്റെ പ്രസക്തി വർദ്ധിക്കുകയാണ്. സാഹിത്യോത്സവിൻ്റെ ആവശ്യകത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സമകാലിക സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ ഇത്തരം സാഹിത്യ പരിപാടികൾ നമ്മൾ വളരെ സജീവമായി നടത്തുകയും വളർന്നു വരുന്ന വിദ്യാർത്ഥികളെ രാജ്യത്തിൻ്റെ പുരോഗതിക്കാവശ്യമായ നല്ല പ്രതിഭകളായി വളർത്തിയെടുക്കുകയും ചെയ്യുക എന്നത് വളരെ അത്യാവശ്യമുള്ള ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച ആ മാനവികമായ മാനുഷികമായ മൂല്യങ്ങളെ കൃത്യമായി സമൂഹത്തിന് പകർന്നു കൊടുക്കുകയും എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്ന ഇസ്ലാമിൻ്റെ സുന്ദരമായ ആശയത്തെ നമ്മളിങ്ങനെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് സാഹിത്യോത്സവിൻ്റെ ഏറ്റവും വലിയ മർമ്മപ്രധാനമായ ലക്ഷ്യം. സാഹിത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന അതിൻ്റെ ലക്ഷ്യങ്ങൾ പറയുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയും. തിന്മകൾക്കെതിരെ, അരുതായ്മകൾക്കെതിരെ ശബ്ദിക്കുക, അതിനെതിരെ സമരം ചെയ്യുക എന്നത് സാഹിത്യത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ സമരത്തെ പരിചയപ്പെടുത്തിയത് കലിമത്തു ആദിലിൻ ഇൻദ സുൽത്താനിൻ ജാഇർ, അക്രമിയായ ഭരണാധികാരിയുടെ മുന്നിൽ സത്യം തുറന്നു പറയുക, നീതിയോടുകൂടെ സംസാരിക്കുക എന്നതാണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ അതിന് പ്രാപ്തരായ നല്ല പ്രതിഭകളെ, നല്ല വിദ്യാർത്ഥികളെ, നല്ല യുവാക്കളെ വാർത്തെടുക്കുക എന്നതാണ് സാഹിത്യോത്സവം നിർവഹിക്കുന്നത്. കഴിഞ്ഞുപോയ സാഹിത്യോത്സവങ്ങളുടെയൊക്കെ റിസൾട്ടായി നമുക്ക് അത്തരം വലിയ സംവിധാനങ്ങൾ, വലിയ വലിയ പ്രൊഡക്റ്റുകളെ, വലിയ വലിയ പ്രഭാഷകരെയും എഴുത്തുകാരെയും സാഹിത്യകാരന്മാരെയും ഈ സാഹിത്യോത്സവിന്റെ വിഭവങ്ങളായി നമുക്ക് സമൂഹത്തിന് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ അർത്ഥത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പുതിയ കാലത്ത്, പുതിയ കാലം ആവശ്യപ്പെടുന്ന മാനവികമായ ആശയങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് സാഹിത്യോത്സവിന്റെ ലക്ഷ്യം. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു സാഹിത്യോത്സവിന്റെ കാലം മെയ് മാസം മുതൽ തുടങ്ങി ജൂലൈ മാസം വരെ അങ്ങനെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു പ്രയാണം അവസാനിക്കുമ്പോൾ എത്രയാണ് നമ്മളൊക്കെ പണം ചെലവഴിക്കുന്നത്? ലക്ഷക്കണക്കിന് പണം ചെലവഴിച്ചുകൊണ്ട് ഇത്രയും വലിയ ഒരു സംവിധാനം എല്ലാ വർഷവും നമ്മൾ നടത്തുന്നതിന്റെ താല്പര്യം എല്ലാവരെയും കൂട്ടിയിണക്കുക, നമ്മുടെ സ്നേഹവും സൗഹാർദ്ദവും നമ്മുടെ ഇടയിലുള്ള ആ സാഹോദര്യവും, അങ്ങനെ മുഅ്മിനീങ്ങളായ മുൻഗാമികളായ ആളുകൾ നമ്മുടെ നാടുകളിലൊക്കെ നട്ടുവളർത്തിയ ആ സ്നേഹം നിലനിർത്തുക, ആ സ്നേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക, ആ സ്നേഹത്തിന് വേണ്ടി സംസാരിക്കുക, ആ സ്നേഹത്തിന് വേണ്ടി തൂലിക ചലിപ്പിക്കുക എന്ന വലിയ ഉത്തരവാദിത്വമാണ് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അൽ മുഅ്മിനു അല്ലദീ യുഖാലിതു അന്നാസ വയസ്ബിറു അലാ അദാഹും അഫ്ളലു മിനൽ മുഅ്മിനി അല്ലദീ ലാ യുഖാലിതു അന്നാസ വലാ യസ്ബിറു അലാ അദാഹും. അങ്ങനെ മാനവികമായ ആശയങ്ങളാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു മൂലയിലിരുന്ന് സ്വന്തമായ കാര്യങ്ങൾ നോക്കുന്നതിന് പകരം, സ്വാർത്ഥമായ ജീവിതം നയിക്കുന്നതിന് പകരം എല്ലാവരെയും മനസ്സിലാക്കുക, എല്ലാവരുടെയും പ്രയാസങ്ങളും എല്ലാവരുടെയും പ്രതിസന്ധികളും തിരിച്ചറിഞ്ഞ് എല്ലാവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ട, അപരവൽക്കരിക്കപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട ആളുകളെ, പാവപ്പെട്ട ആളുകളെ കണ്ടെത്തി അവർക്ക് സാന്ത്വനം നൽകുക
നൽകുക, അവർക്ക് സേവനങ്ങൾ ചെയ്യുക എന്ന ഇസ്ലാം പഠിപ്പിച്ച സുന്ദരമായ ആശയം. അങ്ങനെ അതിന് പറ്റുന്ന പ്രാപ്തരായ നല്ല പ്രതിഭകളെ വാർത്തെടുക്കുകയാണ് ഈ പ്രഭാഷണങ്ങളിലൂടെയും എഴുത്തുകളിലൂടെയും കലാപരിപാടികളിലൂടെയും SSF നിർവഹിക്കുന്നത്. സാഹിത്യോത്സവം എന്ന് പറഞ്ഞാൽ അത് SSFന്റേത് മാത്രമല്ല, അത് വിദ്യാർത്ഥികളുടേത് മാത്രമല്ല. സാഹിത്യം എന്ന് പറയുന്ന വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു നാടിന്റെ തന്നെ ഉത്സവമാണ് സാഹിത്യോത്സവം എന്ന് പറയുന്നത്. ഇവിടെ വിദ്യാർത്ഥികൾ മാത്രമല്ലല്ലോ, ഇവിടെ യുവാക്കൾ മാത്രമല്ലല്ലോ, ഇവിടെ പ്രായമുള്ളവരുണ്ടല്ലോ. ഈ സാഹിത്യോത്സവിന്റെ ഭാഗമായി ഉമ്മമാരും സഹോദരിമാരും ഈ നാട്ടിലുള്ള എല്ലാ ആളുകളും ഭാഗമായിട്ടുണ്ടല്ലോ. അതാണ് സാഹിത്യം എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. എല്ലാവരെയും കൂട്ടിയിണക്കുക, എല്ലാവരെയും ചേർത്ത് പിടിക്കുക എന്നതാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറാ ഗുഹയിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ഖദീജ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുന്ന് പറഞ്ഞത് വല്ലാഹി ലാ യുഖ്ദീകല്ലാഹു അബദാ, അല്ലാഹു തആല അങ്ങയെ ഒരിക്കലും പ്രയാസപ്പെടുത്തൂല എന്ന് സത്യം പറഞ്ഞുകൊണ്ട് ഖദീജ ഉമ്മ പറയുമ്പോ അതിന് കാരണമായി എണ്ണിയത് ഇന്നക ലതഹ്മിലുൽ കല്ല, അങ്ങ് പ്രയാസങ്ങൾ ഏറ്റെടുക്കുന്നവരാണ്, വതസിലുർ റഹിമ, അങ്ങ് കുടുംബബന്ധം ചേർത്തുന്നവരാണ്, വതഖരിൽ ലൈഫ, അങ്ങ് അതിഥികളെ സൽക്കരിക്കുന്നവരാണ്, വതുഈനു അലാ നവാഇബിൽ ഹഖ്, അങ്ങനെ പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടി സഹായങ്ങൾ ഒത്താശകൾ ചെയ്തു കൊടുക്കുന്നവരാണ് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല പ്രയാസപ്പെടുത്തൂല എന്ന് ഖദീജ ഉമ്മ പറയുന്നതിന്റെ പിറകെ കാരണങ്ങളായി എണ്ണിയത് എങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ സാന്ത്വന പ്രവർത്തനങ്ങളിൽ നമ്മൾ സജീവമാകേണ്ടതുണ്ട്. അങ്ങനെയാണ് സാഹിത്യോത്സവം ഒരു ആത്മീയമായ ഒരു ഇസ്ലാമിക പ്രവർത്തനമായി മാറുന്നത്. അതോടൊപ്പം ഇത് രാഷ്ട്രീയ പ്രവർത്തനമാണ്, ഇത് സാംസ്കാരിക പ്രവർത്തനമാണ്, ഇത് സാമൂഹികമായ ഇടപെടലുകളാണ്. മനുഷ്യനെ മനുഷ്യനായി തിരിച്ചറിഞ്ഞ് പാവപ്പെട്ടവന്റെ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞ് അവനെ ചേർത്ത് പിടിച്ച് പാവപ്പെട്ടവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുക എന്നതാണ് സാഹിത്യം എന്ന് പറയുന്നത് നമ്മെ പഠിപ്പിക്കുന്നത് എങ്കിൽ ഈ സാഹിത്യോത്സവം കഴിഞ്ഞ് ഇവിടുന്ന് പിരിഞ്ഞു പോകുന്ന പ്രതിഭകളോട്, വളർന്നു വരുന്ന വിദ്യാർത്ഥികളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഈ സാഹിത്യോത്സവിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ സമൂഹത്തിൽ സേവകന്മാരായി മാറണം. പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം. ഇസ്ലാം പഠിപ്പിച്ച ആ സുന്ദരമായ ആശയങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി ഇന്ന് സ്വാർത്ഥത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. ലാ യുമിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി, സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്നത് സ്വന്തം സഹോദരന് ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും പൂർണ്ണ വിശ്വാസിയാവുകയില്ല എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ ആ സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ മറികടന്ന് ആ സ്വാർത്ഥ താല്പര്യങ്ങളെയൊക്കെ അടിച്ചൊതുക്കിയിട്ട് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുക എന്ന സുന്ദരമായ ആശയം രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ പോലും അങ്ങനെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി കോർപ്പറേറ്റുകൾക്ക് അടിമപ്പെട്ടുകൊണ്ട് രാജ്യത്തെ പണക്കാരെ കൊഴുപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പാവപ്പെട്ടവരെ മാറ്റി നിർത്താനും പാവപ്പെട്ടവരെ അടിച്ചമർത്താനും പാവപ്പെട്ടവരെ നശിപ്പിക്കാനും വേണ്ടി രാജ്യത്തെ ഭരണാധികാരികൾ പോലും പുതിയ കാലത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങൾ ഇന്ന് വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതേ മാധ്യമ സ്വാതന്ത്ര്യം വല്ലാതെ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ന് ഇന്ത്യയുടെ സ്ഥാനം 150ന്റെയും പിറകെ 151ാമത്തെ സ്ഥാനത്താണ് രാജ്യം ആഗോളതലത്തിൽ നിലനിൽക്കുന്നത് എങ്കിൽ ആഗോള വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ രാജ്യത്തിന്റെ കണക്ക് 130ാമത്തെ സ്ഥാനത്താണ് എങ്കിൽ അങ്ങനെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ എന്തൊക്കെയോ വികസനങ്ങളൊക്കെ ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് പ്രദർശിപ്പിക്കുമ്പോഴും അതിങ്ങനെ പ്രകടിപ്പിക്കുമ്പോഴും രാജ്യം അനുഭവിക്കുന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും പുതിയ കാല വിദ്യാർത്ഥികൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ മേഖല എവിടേക്കാണ് പോകുന്നത്? നമ്മുടെ രാജ്യം അനുഭവിക്കുന്ന ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും അതിന്റെ പേരിൽ അതേ മരണത്തിന് വിധേയപ്പെടുന്ന എത്ര പാവപ്പെട്ടവരെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴും അങ്ങനെ ഭീകരവാദവും തീവ്രവാദവും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നമ്മൾ വാർത്തകളിലൂടെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിദ്യാർത്ഥികളെ, നമ്മൾ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പൂർവികരായ ആളുകൾ നമുക്ക് പഠിപ്പിച്ചു തന്ന രാജ്യത്തിന്റെ പാരമ്പര്യവും പൈതൃകവും നിലനിർത്താൻ വേണ്ടി മുൻഗാമികളായ നമ്മുടെ സൂഫി വര്യന്മാർ ഈ രാജ്യത്തിന് വേണ്ടി പടപൊരുതിയതുപോലെ പുതിയ കാലത്ത് ആയുധങ്ങൾ എന്തി, പുതിയ കാലത്ത് തൂലികൾ ചലിപ്പിച്ച്, പുതിയ കാലത്ത് നാവുകൾ ചലിപ്പിച്ച് നമ്മൾ പ്രതിരോധം തീർക്കേണ്ടതുണ്ട്. രാജ്യത്ത് നടമാടുന്ന
ഇത്തരം തിന്മകൾക്കെതിരെ, അധാർമിക പ്രവണതകൾക്കെതിരെ, അനീതികൾക്കെതിരെ നമുക്ക് നാവ് ചലിപ്പിക്കേണ്ടതുണ്ട്, തൂലിക ചലിപ്പിക്കേണ്ടതുണ്ട്. അതിന് പ്രാപ്തരായ നല്ല വിദ്യാർത്ഥികളെ വാർത്തെടുക്കുക എന്നതാണ് സാഹിത്യോത്സവങ്ങൾ നിർവഹിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നേരത്തെ സയ്യിദ് അവറുകൾ ഓർമ്മപ്പെടുത്തിയതുപോലെ ഈ സാഹിത്യോത്സവിൽ നമ്മൾ വിജയിച്ചാലും പരാജയപ്പെട്ടാലും ഈ സാഹിത്യോത്സവിൽ നിന്ന് കിട്ടിയ ഊർജം നമ്മൾ എല്ലാ കാലത്തും ജീവിതത്തിന്റെ അവസാനം വരെ നമ്മൾ കാത്തു സൂക്ഷിക്കുകയും നമ്മൾ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതുണ്ട്. അതേ മുൻഗാമികളായ ആളുകൾ ഈ പ്രസ്ഥാനത്തെ പടുത്തുയർത്തിയത് അതിനു വേണ്ടിയാണ്. നമ്മൾ സമസ്തയുടെ 100 വർഷം പൂർത്തിയാക്കുന്ന ആ സെന്റിനറി ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത് എന്ന് നമുക്കറിയാം. നമ്മൾ എത്ര അഭിമാനപൂർവമാണ് ഈ കാലത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാലത്ത് നടക്കുന്ന സാഹിത്യോത്സവിന്റെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയുന്നത് ഇത് സെന്റിനറി കാലത്തെ സാഹിത്യോത്സവം കൂടിയാണ്. ഈ കാലത്ത് നമ്മുടെ ആലിമീങ്ങൾ ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഉലമാ നമ്മുടെ നാട്ടിൽ നിർവഹിച്ച സേവന പ്രവർത്തനം, അവര് നിർവഹിച്ച സാമൂഹിക ഇടപെടലുകൾ നമ്മളെല്ലാവരും പുതിയ കാലത്ത് വളർന്നു വരുന്ന വിദ്യാർത്ഥികൾ കൃത്യമായി പഠിക്കുകയും വരും തലമുറക്ക് നമ്മൾ ദിശാബോധം നൽകുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഉലമാ മുഴുവനും ഇവിടെ പ്രവർത്തിച്ചത് മനുഷ്യനെ മനുഷ്യനായി കാണാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് സുൽത്താനുൽ ഉലമാ ഉസ്താദ് അവറുകൾ മൂന്ന് ഘട്ടങ്ങളിലായി ആ മാനവികമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മനുഷ്യരോടൊപ്പം എന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള കാരണം, അങ്ങനെയുള്ള പ്രയാണത്തിന് നേതൃത്വം നൽകാനുള്ള കാരണം അത് ഇസ്ലാമിന്റെ സുന്ദരമായ ആശയമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചതാണ്. സൂറത്തുൽ ഹശ്റിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന അതേ അൻസാറുകളുടെ വിശേഷണമുണ്ട്. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. സ്വന്തത്തിലേക്ക് എത്ര ആവശ്യമുണ്ടെങ്കിലും, സ്വന്തത്തിന് എത്ര അത്യാവശ്യമുണ്ടെങ്കിൽ പോലും മറ്റുള്ളവരെ തിരഞ്ഞെടുക്കുന്ന, മറ്റുള്ളവരെ പരിഗണിക്കുന്ന, അതേ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്ന സ്വഭാവം, ഇങ്ങനെ വലിയ വിശേഷണം മദീനക്കാരായ അൻസാറുകളെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ യർമൂക്ക് യുദ്ധത്തിൽ സ്വഹാബത്ത് വെട്ടേറ്റ് ചേതന അതേ അറ്റുകിടക്കുന്ന, ആ മുറിവേറ്റ് കിടക്കുന്ന, രക്തം ചിന്തിക്കിടക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത്, ആ രണാങ്കണത്തിൽ അവർ വെട്ടേറ്റ് അവർ മുറിവേറ്റ് കിടക്കുന്ന സമയത്ത്, ആ സമയത്ത് ഒരു തുള്ളി വെള്ളം കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സമയത്ത് പോലും അവരുടെ അടുത്ത അതേ അയൽവാസി വെള്ളം കൊണ്ടുവന്നു കൊടുക്കുന്ന സമയത്ത് പോലും അപ്പുറത്തേക്ക് ചൂണ്ടുകയും എനിക്ക് വെള്ളം വേണ്ട അപ്പുറത്തേക്ക് കൊടുക്കൂ എന്ന് പറയുകയും, അപ്പുറത്തെ ആളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എനിക്ക് വേണ്ട മൂന്നാമനിലേക്ക് പോകൂ എന്ന് പറയുന്ന ആ സുന്ദരമായ ആശയം, അങ്ങനെ വെള്ളം അങ്ങനെ മറികടന്ന് ഓരോ സ്വഹാബത്തിലോടും അങ്ങനെ കടന്നു വരുമ്പോ ആദ്യം വെള്ളം ആവശ്യമുണ്ടായിരുന്ന സ്വഹാബി അവിടുന്ന് അതേ ജീവൻ നഷ്ടപ്പെട്ട് കിടക്കുന്ന, ഷഹീദായി കിടക്കുന്ന സുന്ദരമായ ആ രംഗം യർമൂക്ക് യുദ്ധത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമെങ്കിൽ ആ സുന്ദരമായ ആശയത്തെ വലിയ സംഗതിയായി വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പുതിയ കാലത്തെ സാഹചര്യത്തിൽ സാഹിത്യോത്സവം വളരെ അത്യാവശ്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഈ സാഹിത്യോത്സവം നടന്നില്ല എങ്കിൽ നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താണ് എന്ന് സങ്കല്പിച്ചാൽ മാത്രം മതി. ഈ പുതിയ കാലത്ത് വളരെ മലീമസമായ സാഹചര്യത്തിൽ തിന്മകളിലും അധർമ്മങ്ങളിലും അനീതികൾക്കും വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കലാലയ മുറ്റങ്ങളിൽ അതേ പഠിക്കാനും വിദ്യാഭ്യസിക്കാനും വേണ്ടി പോകുന്ന വിദ്യാർത്ഥികളെ ആത്മീയമായ ചരടിൽ കോർത്തിണക്കാൻ വേണ്ടി അവരെ പാട്ടുപാടിപ്പിച്ചും അവരെ പ്രസംഗിപ്പിച്ചും ഈ ആത്മീയമായ സരണിയിൽ അവരെ ചേർത്ത് നിർത്തുന്നതിന്റെ വലിയ ഭാഗമാണ് നമ്മുടെ സാഹിത്യോത്സവം എന്ന് നമ്മൾ തിരിച്ചറിയുകയും ഈ സ്റ്റേജിൽ നടക്കുന്ന പ്രസംഗങ്ങളോ എഴുത്തുകളോ അതുപോലെ പാട്ടുകളോ ഗാനങ്ങളോ അങ്ങനെയുള്ള പ്രകടനങ്ങളോ അല്ല സാഹിത്യോത്സവിൽ നടക്കുന്നത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് തലച്ചോറുകളുണ്ട്. ഈ വേദിക്ക് പുറത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, തീ പിടിപ്പിച്ചു നിൽക്കുന്ന, അതേ അഗ്നിക്കിരയായി അങ്ങനെ തീപന്തമേന്തി നിൽക്കുന്ന ഒരുപാട് പ്രതിഭകളുണ്ട്. ചിന്തയിൽ അങ്ങനെയുള്ള ചലനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നല്ല ബറക്കത്തുള്ള പ്രതിഭകൾ വളർന്നു വരിക എന്ന ആ സുന്ദരമായ ആശയം, ആ സുന്ദരമായ രാഷ്ട്രീയ പ്രവർത്തനം, ആ സുന്ദരമായ ആത്മീയ പ്രവർത്തനം, ആ സുന്ദരമായ സാമൂഹിക ഇടപെടലുകൾക്ക് നേതൃത്വം നൽകുക എന്നതാണ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാനുള്ള വലിയ എൻട്രിയാണ് നമ്മുടെ സാഹിത്യോത്സവം എന്ന് തിരിച്ചറിഞ്ഞ് വരും കാലത്തെ സാഹിത്യോത്സവങ്ങളെ നമ്മൾ നെഞ്ചോട് ചേർത്ത് ഏറ്റെടുക്കുകയും ഇവിടെ നൽകപ്പെടുന്ന അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും അങ്ങനെ പുതിയ പ്രതിഭകൾ, പുതിയ കാലത്തെ വിദ്യാർത്ഥികൾ, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ സംവിധാനങ്ങൾ, നമ്മുടെ നാട്ടിലെ പള്ളികൾ, മദ്രസകൾ, സംഘടനാ സംവിധാനങ്ങൾ ഇതൊക്കെ നിലനിർത്തി കൊണ്ടുപോകേണ്ട ഒരു തലമുറയെയാണ് നമ്മൾ വാർത്തെടുക്കുന്നത് എന്ന ആത്മാർത്ഥമായ ബോധത്തോടുകൂടെ സാഹിത്യോത്സവങ്ങൾ ഇനിയും നടക്കേണ്ടതുണ്ട്. അല്ലാഹു
അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സാഹിത്യോത്സവിന് വേണ്ടി പ്രവർത്തിച്ച, കഠിനാധ്വാനം ചെയ്ത, സഹകരിച്ച, സഹായിച്ച എല്ലാ ആളുകൾക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഈ വേഗിയ വേളയിൽ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.